ആദ്യമായി ഈ വോട്ടിംഗ് സിസ്റ്റത്തെ അട്ടിമറിച്ച നേതാവിന്റെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. എല്ലാവർക്കും ചങ്കുറ്റത്തോടെ പറയാം. ആദ്യം ഈ പൊട്ടൻ മനസ്സിലാക്കേണ്ടതാണ്, തന്റെ മുത്തശ്ശിയാണ് ഈ രാജ്യത്ത് ഏറ്റവും പവിത്രമായ, ഈ രാജ്യത്ത് പവിത്രമായ ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ആദ്യമായി തിരഞ്ഞെടുപ്പ് വിജയം നേടിയത് ഇവന്റെ മുത്തശ്ശിയാണ്. കോടതിയിൽ തോറ്റു. കോടതിയെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഭരണഘടനയെ പിച്ചി ചീന്തിക്കൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അല്ലേ? ഇതൊക്കെ ഞങ്ങൾ മറക്കണോ? ഇതൊക്കെ മറക്കണോ? ഇതെന്താ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ നിന്റെ പോലെ പൊട്ടന്മാരാണ് എന്നാണോ നീ കരുതിയത്? എന്നിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ. കർണാടകയില് മഹാദേവപുരയില് എന്തോ ഭയങ്കര സംഭവിച്ചു അല്ലേ? അവസാനം വരുന്നു. നീ വെച്ച വെടികളൊക്കെ നിന്റെ ആസനത്തിനാണോ കൊള്ളുന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ. റായ്ബറേലിയിൽ ഇതിനേക്കാൾ വലിയ വ്യാജ വോട്ടുകൾ, ഇതിനേക്കാൾ വലിയ വോട്ട് കൊള്ള റായ്ബറേലിയിൽ നടന്നിരിക്കുന്നു, വയനാട്ടിൽ നടന്നിരിക്കുന്നു. BJP അല്ല കുറ്റം പറയേണ്ടത്. ഇവിടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മത്സരിച്ച് വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അധികാരം പിടിച്ചത്. നിങ്ങൾ എന്നിട്ട് BJPയെ കുറ്റപ്പെടുത്തുന്നു അല്ലേ? നിങ്ങൾ സുരേഷ് ഗോപിയെ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയെ നിങ്ങൾ കുറ്റപ്പെടുന്നു. ഉളുപ്പില്ലടോ. അതാണ് സുരേന്ദ്രൻ പറഞ്ഞത്, പോയി ചത്തൂടടോന്ന്. തൃശ്ശൂർ എന്ന് പറയുന്നത്